ാണ് മാധ്യമങ്ങളെ കണ്ടത്. വിവാദ വിഷയങ്ങളിലടക്കം മുഖ്യമന്ത്രിയുടെ മറുപടിയായിരുന്നു. ഹെലികോപ്റ്റർ വിവാദത്തിലടക്കം താൻ സ്വകാര്യ ആവശ്യത്തിനല്ല യാത്ര നടത്തിയത്. തന്റെ യാത്ര കൊണ്ട് സംസ്ഥാന ഖജനാവിന് ₹1 പോലും നഷ്ടമുണ്ടായിട്ടില്ല. നിലവിൽ മുൻ സർക്കാർ വാടകയ്ക്കെടുത്തിട്ടിരിക്കുന്ന ഹെലികോപ്റ്ററാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഇതാണ് മുഖ്യമന്ത്രിയുടെ വാദം. ഒപ്പം തന്നെ പ്രളയ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോയതിലും അദ്ദേഹത്തിൻ്റെ ആ ആക്ഷേപത്തിൽ കൂടി അദ്ദേഹത്തിൻ്റെ വിശദീകരണമുണ്ട്. താൻ ഭക്ഷണം കഴിച്ചതിലാണോ തെറ്റ് എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇതാണ് മുഖ്യമന്ത്രി നൽകുന്ന മറുപടി. ഒപ്പം പ്രളയവുമായി ബന്ധപ്പെട്ട് തൻ്റെ ഓഫീസ് കൃത്യമായ കോർഡിനേഷൻ നടത്തിയിരുന്നു. റവന്യൂ മന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. കൃത്യമായ ഏകോപനം നടത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഒരു ക്യാമ്പിലും പ്രശ്നങ്ങളില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ അവകാശവാദം. ഒപ്പം തന്നെ അനാവശ്യ കുത്തിത്തിരിപ്പുണ്ടാക്കി പ്രശ്നങ്ങൾക്ക് ശ്രമിക്കുന്നു എന്നതാണ്. സംസ്ഥാനത്ത് ഇതുവരെ 15 പേർ മരണം നടന്നു എന്നതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയ കാര്യം. DV അരുൺ ചേരുന്നുണ്ട്. അരുൺ, വിവാദ വിഷയങ്ങളിൽ കൂടി മറുപടി പറയാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. മുഖ്യമന്ത്രിയുടെ വിശദീകരണം എങ്ങനെയായിരുന്നു? വിവാദ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനം ഹെലികോപ്റ്റർ യാത്രയാണ്. ഹെലികോപ്റ്റർ യാത്ര സ്വകാര്യ ആവശ്യത്തിൽ തന്റെ ഭാര്യയുടെ പിതാവിനെ കാണാൻ പോയി എന്നുള്ള ആരോപണമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വന്നത്. എന്നാൽ അത് അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു. ഒരു സ്വകാര്യ നിക്ഷേപകരുമായി, വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പുമായി ചർച്ച നടത്താനാണ് കൊച്ചിയിലേക്ക് ഹെലികോപ്റ്റർ യാത്ര നടത്തിയതെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. അല്ലെങ്കിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായും അതേ ബിസിനസ് ഗ്രൂപ്പ് ചർച്ച നടത്തുന്നു. അത് കേരളത്തിലേക്ക് നിക്ഷേപം കൊണ്ടുവരാൻ വേണ്ടിയാണ് പോയത്. ₹1 പോലും സംസ്ഥാന ഖജനാവിൽ നിന്ന് നഷ്ടമുണ്ടാകില്ല തന്റെ യാത്ര കാരണമെന്ന ഒരു വിശദീകരണമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ സർക്കാർ പ്രതിമാസം ₹80 ലക്ഷം വാടക കൊടുത്താണ് ഹെലികോപ്റ്റർ ഇട്ടിരിക്കുന്നത്. അതിന്റെ വാടക കാലാവധി കഴിഞ്ഞിട്ടില്ല, ഒരു സ്വകാര്യ ആവശ്യത്തിന് തന്നെ ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ പോലും സർക്കാർ ഖജനാവിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് ഹെലികോപ്റ്റർ യാത്ര നടത്തിയെന്നൊരു ആരോപണം കൂടി മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്തത്. താൻ കൃത്യമായി തന്നെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. കളക്ടർമാരോടും MLA മാരോടും മന്ത്രിമാരോടും ഈ പ്രശ്നബാധിത പ്രദേശത്ത് എത്തണമെന്ന് ചോദ്യം ചോദിച്ചു. എന്നാൽ അവർ വേണ്ട എന്ന് പറയുന്ന അടിസ്ഥാനത്തിലാണ് താൻ അവിടെ തുറന്നുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഏകോപിപ്പിച്ചത്. ഒരു തരത്തിലുള്ള വീഴ്ചയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന വിശദീകരണമാണ് മുഖ്യമന്ത്രി നൽകിയത്. മാത്രവുമല്ല, സംസ്ഥാനത്തെ പത്തനംതിട്ടയിൽ മാത്രമാണ് ഇപ്പോൾ ആശങ്കാജനകമായ സ്ഥിതി ഉള്ളത്. മറ്റിടങ്ങളിൽ പ്രശ്നം കുറഞ്ഞു വരുന്നു. 6-7 തീയതികൾ വളരെ നിർണായകമാണ്. ആ ദിവസങ്ങളിലും ശക്തമായ മഴ ഉണ്ടാകുമെന്ന സൂചനയുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഏതായാലും ഡാമുകളിൽ നിന്ന് വെള്ളം വലിയ തുറന്നുവിട്ടു എന്നതൊക്കെ രാഷ്ട്രീയ ആരോപണം മാത്രമാണ്, അല്ലെങ്കിൽ അത് തെറ്റായ പ്രചരണം മാത്രമാണ്. അതിൻ്റെ ശക്തമായ നടപടി ഉണ്ടാകും. പ്രതിപക്ഷം പറഞ്ഞ എല്ലാ ആരോപണങ്ങളും അദ്ദേഹം തള്ളുകയാണ്. ഒരു തരത്തിലും ഒരു വീഴ്ച ഈ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ല. IMDക്ക് പോലും അതിതീവ്ര മഴ പ്രവചിക്കുന്നതിൽ പരിമിതികളുണ്ട്. അതിതീവ്ര മഴ വളരെ വേഗത്തിൽ പെയ്യുകയായിരുന്നു. മിന്നൽ പ്രളയമാണ് ഉണ്ടായത്. അത് തിരിച്ചറിഞ്ഞ് രക്ഷാപ്രവർത്തന നടപടി സ്വീകരിക്കാനോ സമയം കിട്ടാതെ പോയി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഏതായാലും അത് മറികടക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ തുടരുന്നുണ്ട്. ബജറ്റിൽ തന്നെ ഇതിനുവേണ്ടി പ്രത്യേക പണം നീക്കി വച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഏതായാലും വലിയ ആശങ്കയ്ക്ക് ഇപ്പോൾ അടിസ്ഥാനമില്ല. അപകടങ്ങളിൽ കുടുങ്ങിയവർക്കുള്ള നഷ്ടപരിഹാര നടപടി സർക്കാർ മുന്നോട്ട് പോകും. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് അടിയന്തര ധനസഹായം നൽകും. അവർക്ക് വീടും സ്ഥലം നഷ്ടപ്പെട്ടവർക്ക് സഹായം 10 നിന്ന് 12 ലക്ഷമായി ഉയർത്തി. വീട് മാത്രം നഷ്ടപ്പെട്ടവർക്ക് 4 നിന്ന് 6 ലക്ഷമായും ഈ സഹായം ഉയർത്തിയിട്ടുണ്ട്. ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങുമ്പോൾ ₹10,000 ആ കുടുംബങ്ങൾക്ക് നൽകും. അത്തരത്തിൽ രക്ഷാപ്രവർത്തനവും അതുപോലെ തന്നെ അവരുടെ ഉപജീവനം മുന്നോട്ട് കൊണ്ടുവരുന്ന നടപടികളും സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു. ഒരു തരത്തിലും ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നാണ് മുഖ്യമന്ത്രി പ്രധാനമായും വ്യക്തമാക്കിയത്. രാഷ്ട്രീയ ആരോപണങ്ങൾ അല്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്ത തുടങ്ങിയ വിമർശനങ്ങൾക്കൊക്കെ അദ്ദേഹം പറഞ്ഞത് കൃത്യമായ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിച്ചു. തന്റെ ഓഫീസും റവന്യൂ മന്ത്രിയുടെ ഓഫീസും ഒക്കെ ഈ കാര്യങ്ങൾ ഇടപെട്ടു എന്ന നിലപാടാണ് അദ്ദേഹം അറിയിച്ചത്. ശരി, അതാണ് മുഖ്യമന്ത്രി വിവാദ വിഷയങ്ങളിലാണ് നിലപാട് വ്യക്തമാക്കുന്നത്. ഒപ്പം സംസ്ഥാനത്തിന്റെ പ്രളയ വിഷയങ്ങളിൽ ഇനി എന്ത് നടപടി എന്ന കാര്യം കൂടിയാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.